ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവരുടെയും കമൻസുകളൊക്കെ ഞാൻ വായിച്ചു. എല്ലാവർക്കും ഒരു ദിവസം എല്ലാവരുടെയും പേരിനെയും പറയുന്നുണ്ട്. അതിലില്ലാത്ത ഒരുപാട് മക്കളുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണനെ പറ്റിയുള്ളൊരു പണ്ടുള്ളൊരു പാട്ട് ഞാൻ ഇതിനകത്ത് ചൊല്ലിയിട്ടുണ്ട്. കണ്ണിനാൽ കാണുന്നതെല്ലാം, കാരണം നമ്മൾ കാണാതെല്ലാം ഭഗവാനാണല്ലോ. അതാണ് ആ പാട്ടിൻ്റെ അർത്ഥം. കണ്ണിനാൽ കാണുന്നതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണിനാൽ കാണുന്നതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കാളി നീന്തി കയറി കാളിതൻ ഭണത്തിലേറി ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. കാളി നീന്തി കയറി കാളിതൻ ഭണത്തിലേറി ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. ഘോരമാരിയേറ്റു ഗോകുലം വലഞ്ഞപ്പോൾ ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി. ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി. കണ്ണിനാൽ കാണുന്നതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളൂ കൃഷ്ണരൂപം. പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളൂ കൃഷ്ണരൂപം. അഖില വേദ പൊരുളും ആനന്ദകാതലും, അഖില വേദ പൊരുളും ആനന്ദകാതലും, മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ. മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ. കണ്ണിനാൽ കാണുന്നതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണിനാൽ കാണുന്നതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. നമ്മൾ സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദ ചരിതമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പ്രഹ്ലാദൻ അവരുടെ കൂട്ടുകാരായ മറ്റുള്ള കുട്ടികൾക്ക് ഗുരുക്കന്മാർ മറ്റ് ജോലിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ സമയം നോക്കി അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം കൊടുത്തതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത് വളരെ ദുർലഭമാണ്. അത് കിട്ടിയാൽ നമ്മൾ അത് പാഴിക്കളയാതെ നമുക്ക് എന്ത് വേണം, ഈ ജന്മം മുക്തി നമുക്ക് കിട്ടണം. നമുക്ക് ജന്മം കൊണ്ടൊരു ഫലം വേണമല്ലോ, പുരുഷാർത്ഥം സാധിക്കണം. അതിനുവേണ്ടി ജന്മഖേദം ഒഴിച്ചിടുക വേണം. അതിന് വേണ്ടുന്നതൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് അന്നേരം കുട്ടികൾ എന്താ ചോദിക്കുന്നത്, എല്ലാവർക്കും ഒരു ഗുരുവല്ലയോ, നിനക്കും അതായത് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇവിടെ ഒരേ ഒരു ഗുരുവാണല്ലോ, പിന്നെ നിനക്ക് എവിടെ നിന്നാണ് ഇത്രയൊക്കെ അറിവ് കിട്ടിയത്? അതാണ് ചോദിക്കുന്നത്. മറ്റൊരു ജാതികൾക്കും
പുരുഷാർത്ഥം ഇങ്ങുറ്റു സാധിപ്പാനരുതതു നിർണയം. വേറൊരു ജാതിക്കും ഈ പുരുഷാർത്ഥം കിട്ടത്തില്ല, മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ എന്നിതെല്ലാം വിചാരിച്ചു കാണുമ്പൊഴുത് ഇന്നിഹ മനുഷ്യന്മാരായി ചമകിലോ ചമേ ഭഗവൽ പദാംബുജ സേവയാ ജന്മഖേദമൊഴിച്ചിടുക വേണ്ടതും. അവിടെ നമുക്ക് ജന്മഖേദം, ജനിച്ചും മരിച്ചും ഇങ്ങനെ കിടക്കാതെ, കാരണം നമ്മൾ എപ്പോഴായാലും ഈശ്വരങ്കൽ ചെന്നല്ലേ പറ്റൂ, അല്ലെങ്കിൽ എന്ത് വരും, എപ്പോഴായാലും ഒരു പ്രളയം ഉണ്ടല്ലോ, ഈ ലോകം അവസാനിക്കുള്ള ഒരു ഇത്രയേ കാലം കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ കിടന്നാൽ ഇവിടെ വല്ല രക്ഷയുണ്ടോ? ഇവിടെ ആരെങ്കിലും കാണുമോ? ഇങ്ങനെ ജനിച്ചും മരിച്ചും കിടക്കുന്ന കുറേ ദുഷ്ടന്മാരല്ലേ അങ്ങനെ കിടക്കത്തുള്ളൂ വീണ്ടും. അപ്പോൾ നമുക്ക് ഈ ഇവിടെ കരയും ഇല്ല, ഒന്നുമില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ എന്ത് വേണം? അതിന് മുന്നേ നമുക്ക് ഭഗവാന്റെ അടുക്കൽ സ്വർഗ്ഗലോകത്തിലേക്ക് ചെന്ന് അവിടെ നിന്നാൽ അവിടെ വെള്ളപ്പൊക്കമൊന്നും ഒന്നും വരത്തില്ല. അപ്പം നമ്മുടെ ആത്മാവ് അവിടെ തന്നെ വന്ന് സുഖിച്ച് കഴിയാം. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ നരകക്കുഴി കിടക്കാതെ, അതുകൊണ്ട് നമുക്ക് ജന്മമുക്തി വരണം. അതാണ് പുരുഷാർത്ഥം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും? ഒരു എപ്പോഴായാലും കർമ്മം ഒഴിഞ്ഞെങ്കിലേ നമുക്ക് മുക്തി കിട്ടിയെങ്കിലേ നമുക്ക് എല്ലാം കൊണ്ടും ഭഗവാനിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പം നല്ല സൽക്കർമ്മങ്ങളും നമ്മുടെ പ്രവൃത്തികളെല്ലാം നന്നായി എല്ലാം കൂടെ ഒത്തുചേർന്ന് എല്ലാത്തിൽ നിന്ന് വിരക്തിയായി വരുമ്പോൾ നമുക്ക് ഈ ജന്മഖേദം ഒഴിക്കാം. അങ്ങനെ നന്നായി നിരൂപിച്ചു കൊള്ളുവിൻ എല്ലാവരും എന്നവൻ ചൊന്നതു കേട്ടതാ ബാലരും ചൊന്നാർ. നിനക്കും അവിടെ ഈ ഞങ്ങൾക്കും ഒന്നു തന്നെ ഗുരുവില്ല, ഒരു സംശയം. നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു ഗുരുവേ ഉള്ളൂ, ഒരു സംശയവും ഇല്ല. അതിനൊരു സംശയവും ഇല്ല. ഗുരുവില്ല എന്നല്ല, ഒന്ന് തന്നെ ഗുരു ഇല്ല, ഒരു സംശയം. അതാണ്, അതിനൊരു സംശയവും ഇല്ല. എല്ലാവർക്കും നമുക്ക് ഇരു കൂട്ടർക്ക്, അതായത് ഈ പ്രഹ്ലാദനും മറ്റ് ഈ കുട്ടികൾക്കെല്ലാം ഒരേ ഒരു ഗുരുവാണ്. എന്നാകയാൽ ഇതു നിന്നോട് ചൊന്നത് ആരെന്ന് ഇതു കേട്ടറിയുന്നില്ല ഞങ്ങളോ. എന്നാൽ നിനക്കിതെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്നും ആര് നിന്നെ പഠിപ്പിച്ചു തന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കു നിൻ വചനാമൃതം കേൾക്കയാൽ ഈ ഞകതാർ തെളിഞ്ഞിടുന്നു ഇതേറ്റവും. നിന്റെ ഈ വചനം, ഈ അമൃതാകുന്ന ഈ വചനം കേട്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളമെല്ലാം തെളിയുന്നു, പ്രകാശിക്കുന്നു. കാരണം ഇത്ര നാളും അവർക്ക് പ്രകാശം അറിയില്ല. ഈ ഒരേ ഒരു അല്പനേരം, കാരണം ഈ കുഞ്ഞാണെങ്കിലോ പ്രഹ്ലാദൻ കാൽ ക്ഷണം പോലും ഭഗവാൻ ഉള്ളിലില്ലാത്ത സമയമില്ല. ഭഗവാന്റെ നിലയനമായി ആയി. അവരുടെ ഹൃദയമാകുന്ന പത്മത്തിൽ ഭഗവാന്റെ വാസസ്ഥലമായി വെച്ചേക്കുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് കിട്ടുന്ന പ്രകാശം ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലുന്നതിന് വല്ല പാടുമുണ്ടോ? ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ കൂടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ഉള്ളമെല്ലാം തെളിയുന്നു, ഞങ്ങളുടെ അകതാർ തെളിയുന്നത് ഏറ്റവും എന്താ? വചനാമൃതം. നിൻ്റെ ഈ നല്ല മധുരമായിരിക്കുന്ന വചനമാകിയ അമൃത് ചെന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളമെല്ലാം തെളിഞ്ഞ് ഏറ്റവും നിന്നകതാരിൽ ഉറച്ചവാർ എങ്ങനെ എന്നതോ ഞങ്ങൾക്ക് ചൊല്ലിത്തരികടോ. നിന്റെ ഉള്ളിൽ ഇത് എത്രയും നല്ല കാര്യങ്ങൾ, ഈ അമൃതാകുന്ന ഈ വചനങ്ങളൊക്കെ എങ്ങനെയാ വന്നു ചേർന്നാൽ ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തരൂ എന്നവരൊന്നിച്ചു ചോദിച്ചതു കേട്ടു ചൊന്നാൻ അവരോടുടൻ ധനുജേന്ദ്രജൻ, അതായത് ഹിരണ്യകശിപുവിൻ്റെ മകനാണ് ധനുജേന്ദ്രജൻ, പ്രഹ്ലാദൻ. അപ്പോൾ അവർക്ക് ചോദിച്ചത് കേട്ടപ്പോൾ ഈ കുഞ്ഞ് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മുന്നം മമ ജനകൻ തപസ്സിന് പോയന്ന് സുരേന്ദ്രാദി ദേവകൾ വന്നുടൻ ദാനവ മന്ദിരം സംഹരിക്കും വിധൗ മാനം നടിച്ച് എതിരിട്ടാരാസുരകൾ. അതായത് മമ ജനകൻ, എൻ്റെ പിതാവ്. ആര് പറയുന്നു? പ്രഹ്ലാദൻ പറയുന്നു. ഹിരണ്യകശിപുവിൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ മമ ജനകൻ, പിതാവ് തപസ്സിന് പോയപ്പോൾ സുരേന്ദ്രന്മാർ, അതായത് ദേവന്മാരെല്ലാം കൂടെ ദാനവ മന്ദിരം സംഹരിക്കും, അതായത് യുദ്ധത്തിന് വന്നു ദേവന്മാർ. അങ്ങനെ ദാനവ മന്ദിരം വെച്ചാൽ ഈ അസുര കുടുംബങ്ങളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഈ യുദ്ധമുണ്ടായി. അപ്പോൾ മാനം നടിച്ച എതിരിട്ടാൻ അസുരകളെല്ലാം മാനം നടിച്ച് അവരോട് എതിരിട്ടു. വീറോടെതിർത്ത് പോർ ചെയ്ത് തോറ്റിടിനാരേറെ പരവശപ്പെട്ട് അസുരാന്വയം, ഇവിടെ അസുരൻ വായിക്കണം, പെട്ട് അസുരാനെ, അതായത് ദാനവന്മാർ എന്ത് ചെയ്തു? വീറോട് പോരൊക്കെ ചെയ്തു, യുദ്ധമൊക്കെ ചെയ്തു, പക്ഷേ തോറ്റു തുന്നം പാടി. അപ്പോൾ അങ്ങനെ അവർ തോറ്റു, അസുരന്മാർ ദേവന്മാരെ തോറ്റു. അന്നേരം എന്ത് വന്നു? അങ്ങനെ വീറോട് എതിർത്ത് പോർ ചെയ്ത് തോറ്റിടിനാരേറെ
പരവശപ്പെട്ട് അസുരാനെല്ലാം എന്താ ഭ്രമിച്ചു പോയി, എന്താ ഇനിയൊരു പണി, ഞങ്ങൾ തോറ്റുപോയല്ലോ എന്നൊരു പരവശമൊക്കെ ആയിട്ട് അങ്ങനെ മണ്ടുന്ന നേരത്തു എല്ലാവരും അങ്ങനെ മണ്ടി, അതായത് ഓടി. ദേവന്മാരെ ഭയന്നിട്ട് ദാനവന്മാരെല്ലാം ഭയന്ന് ഓടിയപ്പോൾ എന്ത് വന്നു? മണ്ടുന്ന നേരത്തു മാതാവ് സംഭ്രമിച്ചിണ്ടൽ പൂണ്ട് ഏറ്റവും ഉഴന്നു നിൽക്കുന്ന അതു കണ്ടുപിടിച്ചു. സംക്രന്ദനൻ കൂടവേ കൊണ്ടുപോകുന്ന അതു കണ്ടു വീണാധരൻ മാർഗമധ്യേ പുരുഹൂതനോടിന്നിതു യോഗ്യമല്ലെന്നരുൾ ചെയ്തു വാങ്ങി ദ്രുതം. എന്നിട്ട് തന്നുടെ സന്നിധോ കൊണ്ടുപോയിടിനാൻ. അങ്ങനെ പരവശപ്പെട്ട് അസുരന്മാരെല്ലാം ഓടിയപ്പോൾ ഈ ഗർഭിണിയായ ഈ കുഞ്ഞ് അവൻ്റെ മാതാവിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവരും ഓടിയപ്പോൾ സംഭ്രമിച്ച് ഇണ്ടൽ കൊണ്ട് ഏറ്റവും അങ്ങനെ ഉഴന്ന് നിൽക്കുന്ന ആരാണ്? ഈ കുഞ്ഞിൻ്റെ അമ്മ, മാതാവ്. അപ്പോൾ ഇണ്ടൽ പൂണ്ട് ഏറ്റവും ഇങ്ങനെ ഭയന്ന് നിന്നപ്പോൾ കണ്ടുപിടിച്ചു. ആരാണ്? ദാനവന്മാരെല്ലാം ഓടിയപ്പോൾ ദേവേന്ദ്രൻ കണ്ടുപിടിച്ചു. ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ഉഴന്ന് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തു വന്നു? സംക്രന്ദനൻ, അതായത് ദേവേന്ദ്രനെയാണ് സംക്രന്ദനൻ എന്ന് പറയുന്നത്. അയാൾ എന്ത് ചെയ്തു? കൊണ്ടുപോകുന്നത് അയാൾ കണ്ടുപിടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ വിഷമിച്ച് ഈ സ്ത്രീ, കാരണം എങ്ങോട്ട്, കാരണം അവർക്ക് ഓടാൻ പറ്റത്തില്ലായിരിക്കാം, ഈ കുഞ്ഞ് വയറ്റിലുണ്ടല്ലോ ഈ പ്രഹ്ലാദൻ. അപ്പോൾ മറ്റുള്ളവരെല്ലാം ദാനവന്മാർ മൊത്തം ഓടി. പക്ഷെ ഇവൻ്റെ അച്ഛൻ എവിടെയാണ്? തപസ്സിന് പോയിരിക്കുമായിരുന്നു. അത് നമ്മൾ വായിച്ചായിരുന്നു. ചെന്നയുടൻ അവിടെ വായിച്ചു. മുന്നേ മമ ജനകൻ തപസ്സിന് പോയ അന്നാണ് ഈ ഹിരണ്യകശിപു, അതായത് അവൻ ദാനവന്മാരുടെ ഇന്ദ്രനാണല്ലോ, രാജാവാണല്ലോ, അയാളങ്ങനെ തപസ്സിന് പോയ സമയം നോക്കിയാണ് ഇവർ ദേവന്മാരവിടെ യുദ്ധത്തിന് ചെന്ന്. അപ്പോൾ എല്ലാവരും ഭയന്ന് തോറ്റ് ഓടിയപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ കണ്ട് പേടിച്ചങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ സംക്രന്ദനാണ് ദേവേന്ദ്രൻ അത് കണ്ടിട്ട് ഇവരെ പിടിച്ചുകൊണ്ട് കൂടവേ കൊണ്ടുപോകുന്നത്. അത് കണ്ടാര്? വീണാധരൻ. അപ്പോൾ ഈ ദേവേന്ദ്രൻ ഈ തള്ളയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഇത് ആര് കണ്ടു? നാരദ മഹാമുനിയാണ്. വീണാധരൻ കണ്ടിട്ട് എന്ത് വന്നു? മാർഗമധ്യേ പുരുഹൂതനോട് ഇന്നിത്. പുരുഹൂതനാരാ? ഈ ദേവേന്ദ്രനെയാണ് അങ്ങനെ പറയുന്നത്. ഇന്ദ്രനല്ലേ, ദേവന്മാരുടെ രാജാവല്ലേ, അപ്പോൾ പുരുഹൂതൻ എന്ന് പറയും. അതുകൊണ്ട് മാർഗമധ്യേ പുരുഹൂതനോട് ഇന്നിത് യോഗ്യമല്ലെന്നരുൾ ചെയ്തു വാങ്ങി ദ്രുത. അങ്ങനെ നിനക്കത് ശരിയല്ല ദേവേന്ദ്ര ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ വീണാധരൻ, നാരദ മഹാമുനി ഈ സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് സന്നിധം കൊണ്ടുപോയിടാൻ. ആരാ? വീണാധരൻ. നാരദ മഹാമുനി ദേവേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഈ സ്ത്രീയെയും, അതായത് ഈ ഗർഭിണിയായ ഈ തള്ളയെ നാരദ മഹാമുനി അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. അതാണ് നമ്മൾ ഈ പ്രഹ്ലാദനും അമ്മയും നാരദ മഹാമുനിയുടെ ഉപദേശം കേൾക്കാൻ കാരണമായത്. എന്നിട്ട് എന്ത് വന്നു? ചെന്നിടരന്നിയെ നന്നായിരുത്തിനാൻ. അദ്ദേഹം നാരദ മഹാമുനി നല്ല മഹർഷിയല്ലേ, ജ്ഞാനിയല്ലേ, അദ്ദേഹത്തിന് പക്ഷാഭേദമുണ്ടോ, സമചിത്തതയല്ലേ. അതിൽ ഈ നന്മയുള്ള ദേവന്മാരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മഹർഷിമാർക്കൊക്കെ സമചിത്തതയെ, അവിടെ ദാനവനെന്നോ മറ്റൊന്നോ എല്ലാവരും ഒന്നുപോലെയുള്ളവരാണ്. നമുക്കെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളും അങ്ങനെ തന്നെയാണ്. എല്ലാവരെയും ഒന്നായിട്ട് ഉൾക്കൊള്ളണം. അതാണ് യഥാർത്ഥ ജ്ഞാനം. അവിടെ ഞാനെന്നും നീയെന്നും പാടില്ല. ഇപ്പം പ്രഹ്ലാദൻ എങ്ങനെയാ? പ്രഹ്ലാദൻ അങ്ങനെ, അതുകൊണ്ടല്ലേ ഭഗവാൻ ഇത്ര ഇഷ്ടമായത്. പ്രഹ്ലാദൻ്റെ ഭക്തിയും എല്ലാം ഒന്നായി ലോക സർവ്വചരാചരങ്ങളും ഈശനും പ്രപഞ്ചവും ഗുരുവും പ്രഹ്ലാദനും മറ്റെല്ലാവരും ഏകമായി കാണുന്ന ഒരു വ്യക്തിയാണ് പ്രഹ്ലാദൻ. നമുക്കെല്ലാവർക്കും അതൊരു പാഠമാണ്. നമുക്കും ഞാനെന്ന നീ എന്നുള്ള പക്ഷാഭേദം പാടില്ല. എല്ലാവരെയും ഒന്നായി സമചിത്തതയും സമദൃഷ്ടിയും ഒന്നായി കാണാനും ഒക്കെ ഉള്ളൊരു അനുഗ്രഹം നമുക്കും ഉണ്ടാവാമെങ്കിൽ നമുക്ക് ശുദ്ധമായ ഹൃദയമാകുമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിലും ആരിലേക്കും ഭഗവാന്റെ നിലയനമായി മാറും. നമ്മുടെ ഹൃദയമാകുന്ന പത്മത്തിൽ ഭഗവാനും നിലയനമായി, നിലയനമായി. ഭഗവാന്റെ മൂലം എവിടെയാ? അത് നമ്മുടെ ഹൃദയത്തിലും ആകും. ഓരോരോ ജനങ്ങളുടെയും എല്ലാവരുടെയും ഓരോ ഹൃദയത്തിലും ഭഗവാൻ വസിക്കും. അതുകൊണ്ട് അപ്പോൾ ചെന്നിടരെന്നിയെ നന്നായി ഇരുത്തിനാൻ. ഈ സ്ത്രീയെ നന്നായി പാലിക്കുന്നു. ആരാ? നാരദ മഹാമുനി. അറിയാമല്ലോ, നാരദ മഹാമുനി യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്യും? ഗർഭിണിയും കൂടാ. എല്ലാവർക്കും ഇപ്പോൾ ഓടാൻ പറ്റുമോ? അത് കണ്ടപ്പം ദേവേന്ദ്രൻ പിടിച്ചുകൊണ്ട് പോയാൽ ശരിയാണോ? അതുകൊണ്ട് നാരദ മഹാമുനി പിടിച്ചുകൊണ്ടുപോയി സൂക്ഷിച്ച് രക്ഷിക്കുന്നു. എന്നിട്ട് എന്ത് വന്നു? അന്നു മാതാവിനാലുള്ള ശുശ്രൂഷ കണ്ട് അന്യൂനമോദ വാത്സല്യം
കലർന്നുടൻ ഗർഭസ്ഥനാം എന്നെ ഉദ്ദിശ്യ മാതാവിനപ്പൊഴുത് ആത്മജ്ഞാനാർത്ഥ തത്വത്തെയും ഭാഗവത ധർമ്മനീതി മതങ്ങളും ആഗമാധാർത്ഥ സൂക്ഷ്മോ ഉപദേശത്തെയും ഭക്തി പ്രഭാവ ഭേദങ്ങളും കേവലം മുക്തി വരുത്തും പ്രകാരവും ഒക്കവേ ചിത്തം തെളിഞ്ഞു സന്നിഗ്ധങ്ങൾ നീങ്ങുമാർ എത്രയും ആദരവോട് അരുളി ചെയ്തു. ഈ കാര്യങ്ങളും ഇത്രയും ശുദ്ധനായി ഇത്രയും തത്വജ്ഞാനം എല്ലാം ഉപദേശം ആർക്കും കൊടുക്കാൻ തക്ക ജ്ഞാനം ഇവൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു? നാരദ മഹാമുനി ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് അറിയാം, ഒരു ഗർഭിണിയിൽ ഇതെല്ലാം കൊടുക്കുമ്പോൾ അതിൽ കിടക്കുന്ന കുഞ്ഞ് അത്രയെല്ലാം കേട്ട് അതിൽ നമ്മൾ പല എല്ലാവരും പറയത്തില്ല, ഇത് അറിവുള്ളവർ പറയും, വിവാഹം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഭഗവാനിൽ അത്രമാത്രം ഭക്തിയും എല്ലാം വർദ്ധിക്കണം, ജ്ഞാനങ്ങളെല്ലാം അറിയണം. ഇങ്ങനെയുള്ള ധർമ്മോപദേശങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു കുട്ടി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ കുട്ടി അതുപോലുള്ള ജ്ഞാനം ഉണ്ടാകും, ഇങ്ങനെയുള്ള അറിവുണ്ടാകും. അതുകൊണ്ട് നാരദ മഹാമുനി ഇത് മനസ്സിലായിക്കൊണ്ട് ആ തള്ളയുടെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഗർഭസ്ഥനാം എന്നെ ഉദ്ദേശിച്ച ആരെയാ? ഈ പ്രഹ്ലാദനെ. അദ്ദേഹത്തിന് ജ്ഞാനവും ഉണ്ടല്ലോ. ഈ ഹിരണ്യകശിപു ഇത്രമാത്രം ദുഷ്ടനാണ്, അധർമ്മനാണെന്നെല്ലാം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് നന്നാക്കാമെന്ന് കരുതി. അത് ജ്ഞാനദൃഷ്ടിയിൽ നാരദ മഹാമുനിക്ക് എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ല ഉപദേശങ്ങൾ കൊടുത്താൽ ഈ അസുര സ്വഭാവം ഈ കുട്ടിക്ക് ഉണ്ടാകത്തില്ല എന്ന് മനസ്സിൽ കണ്ടു കാണും. അതുകൊണ്ട് എന്തായാലും കൊള്ളാം, ഈ സ്ത്രീക്ക് ഇങ്ങനെയുള്ള ഉപദേശം ഗർഭസ്ഥനാം എന്നെ, അതായത് പ്രഹ്ലാദനെ ഉദ്ദേശിച്ചിട്ടാണ് മാതാവിന് അപ്പോഴത്തെ ആത്മജ്ഞാനാർത്ഥ തത്വത്തെയും ഭാഗവത ധർമ്മനീതി മതങ്ങളും ആഗമാന്താർത്ഥ സൂക്ഷ്മ ഉപദേശത്തെയും ഭക്തി പ്രഭാവ ഭേദങ്ങളും ഭക്തിയും എല്ലാം നാരദ മഹാമുനി കേവലം മുക്തി വരുത്തും പ്രകാരമൊക്കെ ഈ മുക്തി വരെ കിട്ടുന്ന സർവ്വം ഇന്നൊന്നും പഠിക്കാനില്ല ഈ പ്രഹ്ലാദന്. അങ്ങനെ ഉള്ളതെല്ലാം ഈ ചിത്തം തെളിഞ്ഞ് സന്നിഗ്ധങ്ങൾ നീങ്ങുമാർ എത്രയും ആദരവോട് അരുളി ചെയ്തല്ല അമ്മയ്ക്ക്. ഈ കുഞ്ഞ് ആരോടാ പറയുന്നേ? ഈ മറ്റ് ശിഷ്യഗണങ്ങളോടാ പറയുന്നത്. ഈ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചോദിച്ചു, നിനക്കും ഞങ്ങൾക്കും ഒരേ ഗുരുവാണ്, നിനക്ക് എവിടെ നിന്നാണ് ഇത്രയെല്ലാം മനസ്സിൽ കിട്ടിയത്? ആര് നിന്നെ പഠിപ്പിച്ചു? അപ്പോഴാണ് ഈ കുഞ്ഞ് പറയുന്നത്, ഇങ്ങനെ യുദ്ധമുണ്ടായി, എൻ്റെ അച്ഛൻ തപസ്സിന് പോയിരുന്നു, എൻ്റെ മാതാവ് ദുഃഖപ്പെട്ടങ്ങ് നിന്നപ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ട് പോയി നാരദ മഹാമുനി ദേവേന്ദ്രൻ്റെ കയ്യിൽ നിന്ന്. അപ്പം എന്നെ ഓർത്തിട്ട് മഹാമുനി ഈ ഉപദേശങ്ങളെല്ലാം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എത്രയും ആദരവോട്, എല്ലാം സന്തോഷകരമായി ആദരവോടാണ് ഈ സ്ത്രീക്ക് മഹാമുനി അരുളി ചെയ്യുന്നത്. എന്നിട്ട് എന്ത് വന്നു? സ്ത്രീ സ്വഭാവം കൊണ്ട് മാതാവിനങ്ങ് അത് സാക്ഷാൽ മറന്നുപോയി മഹാമായയാ. അപ്പം ഭഗവാന്റെ തന്നെ മായ കൊണ്ടും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് അന്നേരം പ്രസവങ്ങളും ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളും ഈ യുദ്ധവും മായ കൊണ്ടങ്ങ് മൂടും. അയ്യോ, എൻ്റെ ഭർത്താവ് തപസ്സിന് പോയി, ഞാൻ ഗർഭിണിയാണ്, ഞാനിപ്പോൾ താമസിക്കുന്നത് ഇന്നടത്താണ്, അതുമല്ല അങ്ങനെ ഒരു പ്രസവമൊക്കെ വരുമ്പോൾ എല്ലാം കൊണ്ടും ഭയപ്പാടല്ലേ. അപ്പോൾ സ്ത്രീ എന്ത് ചെയ്യും? ഇതെല്ലാം ഒരു മായയാണല്ലോ. ഈ മായയായിരിക്കുന്ന ഇതെല്ലാം കൂടെ അങ്ങ് മൂടി അവരിലങ്ങ് ചെല്ലും. ഈ കേട്ടതൊന്നും അവരുടെ ഉള്ളിൽ നിന്ന് അങ്ങ് പോയി. എന്താണ്? മറന്നുപോയി. കുറെ കാലം കഴിയുമ്പോൾ മറന്നും പോവും. മഹാമായയാൽ, ഈ മായ കൊണ്ട് ഇങ്ങനെ ഇവരിപ്പോൾ ആ കുഞ്ഞിനെയൊക്കെ പ്രസവിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ ഭർത്താവ് തപസ്സിൽ നിന്ന് വരുമ്പം പിന്നെ വീട്ടുകാര്യങ്ങളായി ഇങ്ങനെയുള്ള ഓരോരോ മായ. ഇതാണ് ഭഗവാന്റെ മായ. നമ്മൾ ഈ ലോക ദുരിതത്തിൽപ്പെട്ടങ്ങ് ഉഴരുമ്പോൾ നമ്മളെ മായ ചുറ്റിപ്പറ്റും. അതിൽ നിന്നും കൊണ്ട് നമ്മൾ ഭഗവാനെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റ് തത്വോപദേശങ്ങൾ കേൾക്കുകയും അത് മുൻനിർത്തി ചെയ്യുമ്പോൾ നമുക്ക് ഈ മായയൊക്കെ അങ്ങ് മാറും. വീട്ടുകാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും, മറ്റ് ലോക ചിന്തകളെല്ലാം നമുക്കുള്ള ഉള്ളിൽ നടക്കുകയും ചെയ്യും. ഈശ്വരാരാധന കൊണ്ട് നമുക്ക് ഇതെല്ലാം നേടുകയും ചെയ്യാം. നമ്മളെ ഒരു മായയും ചുറ്റിപ്പറ്റത്തില്ല. എൻ്റെ അമ്മയും അച്ഛനൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. ഞാൻ അങ്ങനെയാണെന്ന് എനിക്കറിയാം, മറ്റുള്ളവർക്ക് അറിയത്തില്ലെങ്കിലും. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. അവിടെ എന്നെ ഒരു മായയും ചുറ്റിപ്പറ്റത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ഈ സ്ത്രീ സ്വഭാവം കൊണ്ട് മാതാവിന് ജന്മന അവർക്ക് അങ്ങനെ ഉള്ളിലില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യം അങ്ങ് മറന്നുപോകും. അന്നേരത്തെ ഒരു ഉപദേശം അങ്ങ് മറന്നു. പക്ഷെ കുഞ്ഞിൻ്റെ ഉള്ളിൽ അങ്ങനല്ല, അവർക്ക് മായയില്ല, ഉള്ളിനകത്ത് കിടക്കുക. അപ്പോൾ അവിടെ ഈശ്വരജ്ഞാനം എപ്പോഴും ഉള്ളിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞിന് മായ, ഭൂമി ജനിക്കുമ്പോഴേ മായ വരും.
ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ പിന്നെ മായ അതിനെ ചുറ്റിപ്പറ്റും. അതുവരെ ആ ഉള്ളിൽ കിടന്നതെല്ലാം അങ്ങനെ തിളങ്ങി കേട്ടതൊക്കെ ഇങ്ങനെ അത് അങ്ങനെ ആസ്വദിച്ച് കിടക്കും. അപ്പോൾ അത് മറക്കത്തില്ലല്ലോ. അങ്ങനെ കുഞ്ഞിന് അപ്പോൾ തള്ളയ്ക്ക് എന്തുവാ സ്ത്രീ സ്വഭാവം കൊണ്ട് മാതാവിന് അങ്ങത് സാക്ഷാൽ മറന്നുപോയി. മഹാമായയ ഭഗവാന്റെ മായ കൊണ്ട് മറന്നുപോയി. നീക്കമൊഴിഞ്ഞു മുനീശ്വര അനുഗ്രഹാൽ സൂക്ഷ്മമായെങ്കലുറച്ചിതു സർവവും. ഇങ്ങനെ മുനീശ്വരനായ ഈ നാരദ മഹാമുനിയുടെ അനുഗ്രഹവും കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു മഹാമുനിയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വാചകങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാനിൽ ഭക്തി ഉണ്ടാകുന്ന പല പല കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പ്രത്യേക അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. കാരണം എന്താ, ഇഷ്ടമാണ് ഭഗവാന്റെ കഥ കേൾക്കാനും പറയാനും ഒക്കെ ഇഷ്ടമുള്ളത്. എന്തുകൊണ്ടാണ്? ഈശ്വരകൃപ ഉള്ളിലുള്ളതുകൊണ്ട്. അപ്പോൾ ഈ നാരദ മഹാമുനിക്ക് ഒരു ദാനവൻ്റെ ഭാര്യയായ ഈ സ്ത്രീക്ക് സമചിത്തതയോടുകൂടി എല്ലാവരും നന്നാവണം എന്നുള്ള നാരദ മഹാമുനിയുടെ ഈ ഗുണഗണങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ എന്ത് വന്ന കുഞ്ഞിന് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്, ഈ നാരദ മഹാമുനിയുടെ. അപ്പോൾ അതിൽ നിന്ന് അനുഗ്രഹവും കൂടെ അങ്ങോട്ട് ഈ വാക്കിനൊപ്പം, ഈ പറഞ്ഞു കൊടുക്കുന്ന ഈ ഉപദേശത്തിനൊപ്പം തന്നെ അനുഗ്രഹവും കൂടെ ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് അത് ചെന്ന്, അതുകൊണ്ട് നീക്കമൊഴിഞ്ഞ് മുനീശ്വര അനുഗ്രഹാൽ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ സൂക്ഷ്മമായി എങ്കൽ ഉറച്ചത് സർവവും. ഇത് അനുഗ്രഹത്തോടെ കൊടുത്ത്, മധുരമായി കൊടുത്ത്, സന്തോഷത്തോടെ കൊടുത്ത് ഭഗവാന്റെ കാര്യങ്ങളല്ലയോ പറഞ്ഞു കൊടുക്കുന്നത്. ആത്മോപദേശങ്ങൾ അത് സന്തോഷമായിട്ടും അനുഗ്രഹത്തോടെയും കൊടുത്തതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഇതെല്ലാം നിറഞ്ഞു. അങ്ങനെയുള്ള സ്വാഭാവികയാകുന്നതിഞ്ഞ് എൻ മാനസ സംഗതി തീറുവിൻ, നിങ്ങൾ അറിയുവിൻ. ഇങ്ങനെ എന്നിൽ അങ്ങനെയുള്ള സ്വാഭാവികയാകുന്നതിഞ്ഞ് എൻ മനസ്സംഗതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ട്. ഒരു ഗുരുക്കന്മാരും ഭൂമിയിൽ വന്നതിന് ശേഷം പഠിപ്പിച്ചതല്ല. ചോദിച്ചില്ലേ കുഞ്ഞുങ്ങൾ, നിൻ്റെയും എൻ്റെയും ഗുരുക്കന്മാർ ഈ അസുരന്മാരാണല്ലോ ഒന്ന് തന്നെ, നിനക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ പറഞ്ഞു കൊടുത്താൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപദേശിച്ച് തന്നത് അനുഗ്രഹത്തോടു കൂടി നാരദ മഹാമുനി. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളതെല്ലാം എൻ്റെ സ്വാഭാവികയാകുന്ന എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ, എൻ മനസ്സംഗതി അറിയുവിൻ, തേറുവിൻ, നിങ്ങളത് മനസ്സിലാക്കൂ. എൻ്റെ ഉള്ളിൽ ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ വയറ്റിൽ കിടന്നപ്പോൾ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ കിടന്നപ്പോൾ തന്നെ നാരദ മഹാമുൻ ഉപദേശം തന്നതെല്ലാം എൻ്റെ ഉള്ളിൽ ഉണ്ട് സർവവും. ചൊന്നവൻ എന്നവരോട് പരമാർത്ഥമൊക്കവേ ചൊന്നവൻ ആനന്ദമുൾക്കൊണ്ടു സാദരം. അങ്ങനെ ഈ പരമാർത്ഥമൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് അവരോട്, ഈ കുട്ടികളോട് ഇതെല്ലാം പറഞ്ഞപ്പോൾ ചൊന്നവൻ ആനന്ദം ഉൾക്കൊണ്ട്, അങ്ങനെ അതിങ്ങനെ കൊടുക്കുമ്പം ഭയങ്കര ആനന്ദമാണ്. നമുക്ക് ഈശ്വര കാര്യങ്ങൾ നമുക്ക് അറിയാത്തില്ലെങ്കിൽ എനിക്ക് ചില ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ കൊത്തിയും കുറിച്ചും പറയുന്നത് എന്താ അറിയത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിലെല്ലാം നമുക്ക് പഠിച്ചെന്ന് പ്രത്യേകിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഇത്തിരിയെങ്കിലും ഇങ്ങനെയെങ്കിലും പറയുമ്പോൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്കത് പ്രത്യേക ഒരു സന്തോഷമാണ്, ഒരു കൃപയാണ്. അത് അറിഞ്ഞുകൂടെങ്കിൽ എന്ത് വരും, കൊത്തിയും കുറിച്ചും പറയുമ്പം ചിലർക്ക് ദേഷ്യം, ഈ വേറെ ഒരു പണിയില്ല എന്നൊക്കെ ചിലർ ചോദിക്കും. അതിലൊന്നും എനിക്ക് വിഷമമില്ല. കാരണം എൻ്റെ അറിവല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. അത് ഈശ്വരൻ്റെ ഇഷ്ടമല്ലേ. ഈശ്വരൻ്റെ ഇഷ്ടമല്ലേ ഞാൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയാം. ഒരു ഇല അനങ്ങണമെങ്കിലും ഭഗവാന്റെ കണ്ണും എല്ലാം വേണം. ഒരു വാക്കേ ഉള്ളെങ്കിൽ ഈശ്വരൻ, അത് തെറ്റാണെങ്കിലും അതും ഈശ്വരൻ അറിഞ്ഞിട്ട് തന്നെയാണ്. ഞാനൊരു തെറ്റ് ചെയ്താലും എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം തെറ്റും ശരിയും ഭഗവാനിൽ നിന്ന് വന്നതാണ്. അവിടെ പിന്നെ വിഷമിക്കേണ്ട കാര്യം എന്താണ്? ഒന്നുമില്ല. തെറ്റുണ്ടെങ്കിലേ ശരിയുള്ളൂ, ശരിയുണ്ടെങ്കിലേ തെറ്റുള്ളൂ. രണ്ടും വേണം. രാത്രി ഉണ്ടെങ്കിലേ പകലുള്ളൂ, പകലുണ്ടെങ്കിലേ രാത്രിയുള്ളൂ. ഇതിൻ്റെ എല്ലാം ഗുണഗണങ്ങൾ അറിയണമെങ്കിൽ തെറ്റും ശരിയും രാത്രിയും പകലും എല്ലാം വേണം. കുന്നും കുഴിയും കരയും കടലും ഇതെല്ലാം ദൈവം തന്നേക്കുന്നതാണ്. അതുകൊണ്ട് തെറ്റിനെ ഓർത്ത് നമുക്ക് ആകെ സങ്കടപ്പെടേണ്ട. ആര് കുറ്റം പറഞ്ഞാലും അതിലൊന്നും ഒന്നുമില്ല. കാരണം കുറ്റവും ഭഗവാനിൽ നിന്നാണ് വന്നേക്കുന്നത്. കുറ്റം നമുക്ക് വന്നെങ്കിലേ നമ്മൾ നന്നാവത്തുള്ളൂ. അയ്യോ അത് കുറ്റമായിരുന്നോ, അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് നമ്മൾ ശരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ പരമാർത്ഥമൊക്കെ വെച്ചൊന്നവൻ ആനന്ദം ഉൾക്കൊണ്ട് സാധനം. പിന്നെ പരമാത്മ സൂക്ഷ്മ തത്വത്തെയും മന്നവർക്കെല്ലാം പിന്നെ പരമാർത്ഥ സൂക്ഷ്മ തത്വത്തെയും അന്ന് അവർക്ക് എല്ലാം ഉപദേശിച്ചിടിനാൻ. കണ്ടോ, ഒരു അല്പം ശ്രദ്ധ പോയപ്പോൾ മന്നവനായി. അപ്പോൾ എനിക്ക് മനസ്സിലൂടെ മന്നവൻ വരേണ്ട കാര്യമില്ലല്ലോ എന്ന്. കാരണം ശ്രദ്ധ നമ്മളിങ്ങനെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചില സമയത്ത് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധാപൂർവ്വം ഇല്ലെങ്കിൽ നമുക്ക് പല വാക്കുകൾ പല രീതിയിലൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെയെല്ലാം ആനന്ദം ഉൾക്കൊണ്ട് പറഞ്ഞ് സാദരം പിന്നെ പരമാത്മതത്വ സൂക്ഷ്മത്തെയും അന്ന് അവർക്ക് എല്ലാം ഉപദേശിച്ചിടിനാൻ. അങ്ങനെ നമ്മൾ വായിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വരും, അർത്ഥം അറിയാതെ വായിച്ച സൂക്ഷ്മ തത്വത്തെയും മന്നവർക്കെല്ലാം, മന്നവെന്ന് വെച്ചാൽ രാജാക്കന്മാർക്കെന്നായി പോവും.
ഇവിടെ ഇപ്പോൾ രാജാവല്ല, അന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ഉപദേശിച്ചു ആരാ? പ്രഹ്ലാദൻ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അർത്ഥങ്ങൾ വാക്കുകൾ ചേരുന്ന രീതിയിൽ വായിച്ചാൽ പല രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതാണ് ചിലർ അർത്ഥം അറിയാതെ വായിച്ച് എന്തൊക്കെയോ വായിച്ചു പോകുന്നുണ്ട്. പല ഭാഗവത വായനക്കാർ അറിയില്ല. ഞാൻ ഈ വായിക്കണക്ക് തന്നെ പഠിക്കുമ്പോൾ അങ്ങനെ ആയിപ്പോവും. പിന്നെ ഈശ്വര കൃപയുണ്ടെങ്കിൽ നമുക്ക് ചിലതൊക്കെ ഇങ്ങനെ നമ്മളെ ദൈവം തന്നെ നമുക്ക് ഗുരുവായി നമ്മുടെ ഉള്ളിലിരുന്ന് ചിലതൊക്കെ നമുക്ക് പറഞ്ഞു തരും. പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ അത് വന്നു ചേരും. അങ്ങനെ ഉപദേശിച്ചിടാൻ പ്രഹ്ലാദനാൽ അനുശാസിതരാം അവർ ആഹ്ലാദം ആത്മജ്ഞാനാർത്ഥം തെളിഞ്ഞുടൻ. അങ്ങനെ പ്രഹ്ലാദനാൽ അനുശാസിതൻ ഇവർക്കെല്ലാം ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുത്തു. അനുശാസിതൻ എന്ന് വെച്ചാൽ ഈ പ്രഹ്ലാദൻ മുഖാന്തരം ഇത്രയും ഗുണഗണങ്ങൾ ഈ മറ്റുള്ള കുട്ടികൾക്ക് കിട്ടി. അതാണ് പ്രഹ്ലാദനാൽ അനുശാസിതരാം അവർ, ആ കുട്ടികൾ ആഹ്ലാദം ആത്മജ്ഞാനാർത്ഥം തെളിഞ്ഞുണ്ടെന്ന് അവരുടെ ഉള്ളിലും ആത്മജ്ഞാനാർത്ഥം തെളിഞ്ഞ് ആഹ്ലാദമായി, ആനന്ദമായി, സന്തോഷമായി. കാരണം നല്ല നല്ല വചനങ്ങൾ, ഹൃദയത്തെ സ്പർശിക്കുന്ന ആ നല്ല ആനന്ദമായിരിക്കുന്ന വചനങ്ങൾ, അമൃതകൾ കേൾക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ആഹ്ലാദം ആത്മജ്ഞാനാർത്ഥമൊക്കെ തെളിഞ്ഞു. എന്നിട്ട് എന്ത് വന്നു? വിഷ്ണു ഭക്തിയാ വിളങ്ങിനാരേറ്റവും. അപ്പോൾ അവരുടെ ഉള്ളത്തിൽ എന്ത് വന്ന്? ദാനവനായ ഹിരണ്യകശിപുവാണ് ദൈവം എന്ന് പറയുന്നതല്ലോ എത്രയും ദിവസം. ആ സമയം വരെ ഈശ്വരൻ ഞാനാണ്, ഹിരണ്യകശിപുവാണ്, എന്നല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്, മുക്കിലോ കോണിലോ ഏതെങ്കിലും നാമം ചൊല്ലി അവരുടെ നാവ് അരിഞ്ഞു കളയും, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ ശിഷ്യന്മാർ, ഈ മറ്റുള്ള ദാനവ കുട്ടികൾ എന്തെങ്കിലും വിഷ്ണു എന്നങ്ങനെ അറിയാൻ പറ്റുമോ? നാവ് അരിയത്തില്ലേ? ഇവിടെ പ്രഹ്ലാദൻ ഇത്രയും കൊടുത്തപ്പോൾ അവിടെ ഉള്ളം തെളിയുകയും പ്രകാശിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിലെന്തോ കാര്യമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു? വിഷ്ണു ഭക്തിയാ വിളങ്ങിനാൻ ഏറ്റവും നന്നായി ഭഗവാനിലങ്ങ് ആ ഭക്തി വർദ്ധിച്ചു. ഭഗവാൻ നാരായണനാണെന്നുള്ള അവിടെ ഉറച്ച, കാരണം ഹിരണ്യായ നമ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉള്ളം തെളിയൂ? ഹിരണ്യായ നമ വെച്ചാൽ എങ്ങനെ ഉള്ളത്? അത് ദാനവനിൽ നിന്ന് വല്ലതും കിട്ടൂ? അവൻ അസുരനല്ലേ? അപ്പോൾ ഭഗവാന്റെ കഥകൾ പറഞ്ഞപ്പോൾ നല്ല നല്ല ജ്ഞാനവും തെളിച്ചവും വിളങ്ങി പിള്ളേർ വിഷ്ണു ഭഗവാന് ഭക്തിപൂർവ്വം അവരെല്ലാം ആനന്ദം കൊണ്ട് ആറാടി വിഷ്ണു ഭക്തിയാ വിളങ്ങിനാരേറ്റവും കൃഷ്ണരാമാദി ജപവും തുടങ്ങിനാർ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ എന്ത് വന്നു? ഭഗവാനേ കൃഷ്ണരാമാദി ജപവും തുടങ്ങിനാർ. നമുക്കറിയാം, പിന്നെ രാമനാമം ജപിമനമേ, ശ്രീരാമനാമം ജപിമനമേ, ജപിമനമേ നാമം ജപിമനമേ, ഹരിനാമമന്ത്രം ജപിമനമേ, ശ്രീരാമനാമം ജപിമനമേ, ശ്രീകൃഷ്ണനാമം ജപിമനമേ. അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ സന്തോഷം കൊണ്ട് ഭഗവാന്റെ നാമങ്ങളെല്ലാം സ്തുതിച്ചു തുടങ്ങി. കൃഷ്ണ രാമാദി ജപവും തുടങ്ങിനാൻ. അപ്പോൾ അവരെത്രമാത്രം സന്തോഷിച്ചു, ആഹ്ലാദിച്ചു, അത്രമാത്രം ഭഗവാന്റെ ആളുടെ ഭക്തി വന്നു ഈ കുഞ്ഞുങ്ങൾക്ക്. ഇത്രയും നാളും ഈ ദാനവന്മാരുടെ, ഈ ശുക്രാചാര്യരുടെ ശിഷ്യന്മാരായ മക്കൾ പഠിപ്പിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെളിഞ്ഞോ? ഭഗവാനെ ആരാധിക്കാനുള്ള എന്തെങ്കിലും ഒരു ബലം അവരുടെ കുഞ്ഞിൻ്റെ ഉള്ളിൽ വന്നോ? പ്രകാശിച്ചോ? ഈ കുട്ടി അല്പസമയം കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഭഗവാനെ ഇരുത്തി മൂലനിലയനമായി അവരുടെ ഹൃദയത്തിലും വന്നു പ്രകാശിച്ചു. നമ്മളിതെന്ത് വേണം? നമുക്ക് ഇതുപോലെ നമ്മുടെ ഉള്ള് മൂലനിലയനമാകണം. ഭഗവാന്റെ, ഈശ്വരൻ്റെ, ഭഗവാൻ നാരായണൻ്റെ, ഭഗവാൻ കൃഷ്ണൻ്റെ മൂലനിലയനമായാൽ നമ്മുടെ ഉള്ളിലും കൃഷ്ണൻ മകനായിട്ടിരിക്കും, മണവാളനായിട്ടിരിക്കും, നാഥനായിട്ടിരിക്കും. എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.